ഞാൻ കണ്ടിട്ടുള്ള പി വികളെല്ലാം വളരെ ഭയാനകമായ പി വികളായിരുന്നു. അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു 10-ൽ 6 പേരും വളരെ നിലവിളിച്ച് കരഞ്ഞ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഇവൻ്റ് ആയിരുന്നു കാണണം അവരുടെ ലൈഫിൽ. ഡെലിവറിയേക്കാൾ കൂടുതൽ ഈ പി വി എന്ന് പറയുന്ന പരിപാടി. എന്തിനാണ് പി വി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളു പരിശോധിക്കുന്നത്? നമ്മുടെ സെർവിക്സ്, നമ്മുടെ ഗർഭാശയ മുഖം എത്രത്തോളം വികസിച്ചിട്ടുണ്ട് എന്നറിയാനും കുഞ്ഞിൻ്റെ തല എത്രത്തോളം താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നറിയാനും വേണ്ടിയാണ് നമ്മൾ പി വി ചെയ്യുന്നത്. ഇത് ഡെലിവറിയുടെ ഒരു പ്രോസസ്സിലൊരു ഭാഗം മാത്രമാണെന്നുണ്ടെങ്കിലും ഇത് ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്, സ്ത്രീകൾക്ക് ഭയങ്കര പേടിയാണ്. ഇതോർത്ത് തന്നെ പ്രസവിക്കാൻ പേടിയുള്ള കുറേ ആൾക്കാരുണ്ട്. പി വി ഒരു ഇറിറ്റേറ്റിംഗ് പ്രൊസീജിയറാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള, നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിൽ പരിശോധന നടത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പറയുന്ന പോലെ അത്ര ഭീകരമായ ഒരു പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേടി കൊണ്ടാണ് ഇത് ഇത്ര ഭീകരമാവുന്നതും വേദനാജനകമാവുന്നതും. അപ്പോൾ ഈ പി വി എന്ന വില്ലിനെ നമുക്ക് എങ്ങനെ മെരിക്കാം എന്ന് നോക്കാം. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. പി വി എക്സാമിനേഷൻ ചെയ്യാൻ നമ്മൾ എക്സാമിനേഷൻ ടേബിളിലേക്ക് കിടത്തുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ബലം പിടിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇറിറ്റേഷൻ കൂടും, വേദന തോന്നും. അപ്പം നമ്മൾ മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. പെട്ടെന്ന് ഇത് കഴിയും. നമ്മൾ എത്രത്തോളം റിലാക്സ്ഡ് ആവുന്നോ അത്രത്തോളം ചെക്ക് ചെയ്യുന്ന ഡോക്ടറിന് എളുപ്പമായിരിക്കും. അപ്പോൾ പ്രൊസീജിയർ അത്രയും പെട്ടെന്ന് കഴിയും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ്, നല്ല ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതായത് പി വി എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, വിടുക. ഡീപ്പ് ബ്രെത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, വിടുക. ഒരു 5 to 8 ബ്രെത്ത്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ പി വി ചെയ്ത് ഡോക്ടർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ബോഡി ഫുൾ റിലാക്സ്ഡ് ആക്കുക. നമ്മൾ ടെൻഷൻ ഉണ്ട്, എന്തായാലും ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുക. ലൈക്ക് നമുക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റും എന്നുള്ളപ്പോൾ ഇത് അതിൻ്റെ ഒരു പാർട്ടാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 4 പി വി ആണ് ആകെ ചെയ്തത്. ഒന്ന് ഡെലിവറിക്ക് ലാസ്റ്റ് ചെക്കപ്പിന് ഒരു പി വി ചെയ്തു. പിന്നീട് ലേബർ റൂമിലേക്ക് കയറ്റിയതിന് ശേഷം 3 പി വി ആണ് ചെയ്തത്. അതിൽ 2 വിത്തൗട്ട് എപ്പിഡ്യൂറലും 1 വിത്ത് എപ്പിഡ്യൂറലും ആയിരുന്നു. അപ്പോൾ എനിക്ക് എപ്പിഡ്യൂറലിന് ശേഷമുള്ള പി വി അത്ര പെയിൻഫുള്ളേ ആയിരുന്നില്ല, ഞാൻ സെൻസേഷൻ അറിഞ്ഞതുപോലുമില്ല. ബാക്കി പി വിസ് എല്ലാം, അതായത് ലേബർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പി വി കുറച്ചുകൂടി ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. പി വി ഒരു വില്ലനല്ല. നമ്മളുടെ കൺട്രോൾ, നമ്മുടെ സെൽഫ് കൺട്രോൾ, നമ്മളുടെ പെയിൻ ടോളറൻസ്, നമ്മളുടെ കോൺഫിഡൻസ്, ഇതെല്ലാം വെച്ച് നോക്കിയാൽ പി വി ഒരു വില്ലനല്ല.